ഇറാൻ തിരിച്ചടിച്ചു. 100-ലധികം ബാലിസ്റ്റിക് മിസൈൽ ഉപയോഗിച്ചുകൊണ്ട് ഇസ്രായേലിന്റെ തന്ത്രപ്രധാന മേഖല മുഴുവനും അഗ്നിക്കിരയാക്കി എന്ന തരത്തിലുള്ള റിപ്പോർട്ടാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ഇറാന്റെ എയർപോർട്ടുകൾ, സൈനിക മേഖലകൾ, ആയുധം ശേഖരിക്കപ്പെട്ട മേഖല, അതോടൊപ്പം തന്നെ മൊസാദിന്റെ ഹെഡ്ക്വാർട്ടേഴ്സ്, ഈ മേഖലയെല്ലാം ഇറാൻ ആക്രമിച്ചതിൽ പെടുന്നു എന്ന തരത്തിലും ഈ വിവരങ്ങൾ, ഈ അക്രമം വന്നതോടുകൂടി തന്നെ ഇസ്രായേൽ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചു. വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി നൽകി. ആശുപത്രിയിൽ അത്യാവശ്യമുള്ള രോഗികൾ മാത്രമേ വരാൻ പറ്റൂ എന്നുള്ള നിർദ്ദേശം നൽകി. ആകാശപാത അടച്ചു. മറ്റുള്ള ലോക രാജ്യങ്ങളിലുള്ള പൗരന്മാർ രാജ്യത്തിലേക്ക് പ്രവേശിക്കരുതെന്ന് നിർദ്ദേശം നൽകി. ഈ ഞായറാഴ്ചത്തെ ചർച്ച ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് ഇറാൻ അവസാനിപ്പിച്ചു എന്ന് പറയുമ്പോൾ യുദ്ധത്തിന് ഇറാൻ തയ്യാറായിരിക്കുന്നു എന്നുള്ളതിൻ്റെ ഒരു സൂചനയായിട്ടും വിലയിരുത്തുന്നു. ഇറാൻ ഇറാഖ് വ്യോമപാതകൾ അടക്കാൻ വേണ്ടി തീരുമാനിച്ചു. ഇറാഖിന്റെ സർവ്വ മേഖലയിലും ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് വലിയ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്താൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട് എന്ന തരത്തിൽ റിപ്പോർട്ട് ഇതിനോടനുബന്ധിച്ച് തന്നെ പുറത്തു വന്നിരിക്കുകയാണ്.